പേര് സുന്ന സലീം. ഞാൻ ആലുവ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. പുസ്തകങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അടുത്തുള്ള ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നത്. കൂടാതെ ഞാൻ 2 നോവലുകൾ എഴുതിയിട്ടുമുണ്ട്. ഒന്ന് വേർപാട്, അത് പ്രസിദ്ധീകരിച്ചതാണ്. മറ്റൊന്ന് ചിതാഭസ്മം, അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് MT വാസുദേവൻ നായരുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകമാണ്. നിന്റെ ഓർമ്മയ്ക്ക് എന്നീ പുസ്തകത്തിൽ 6 ചെറുകഥകളാണുള്ളത്. ഒരു പിറന്നാളിൻ്റെ ഓർമ്മ, വളർത്തുമൃഗങ്ങൾ, നിന്റെ ഓർമ്മയ്ക്ക്, മരണത്തിൻ്റെ കൈത്തെറ്റ്, കോട്ടയുടെ നിഴൽ, ഓപ്പോൾ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയാണ്. സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹബന്ധമാണ് MT ഈ കഥയിലൂടെ നമുക്ക് കാഴ്ചവെക്കുന്നത്. നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുന്ന അച്ഛനോടൊപ്പം ഒരു സിംഹള പെൺകുട്ടിയുമുണ്ട്. അതാരാണെന്ന് അച്ഛൻ വ്യക്തമാക്കുന്നില്ല. എങ്കിലും അത് തൻ്റെ സ്വന്തം സഹോദരിയാണെന്നാണ് കഥയിലെ നിഷ്കളങ്ക കഥാപാത്രമായ വാസു വിചാരിക്കുന്നത്. പക്ഷേ വെറും 6 ദിവസങ്ങൾക്ക് ശേഷം അച്ഛനും അവളും തിരികെ പോകുന്നു. എങ്കിലും ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ അവൾ വാസുവിന് പ്രിയപ്പെട്ടവളായി മാറുന്നു. ഇതാണ് കഥയുടെ ഉള്ളടക്കം. വിളറിയ നിറത്തിൽ വട്ടമുഖവും വിടർന്ന കണ്ണുകളും കഴുത്തുവരെ വളർത്തിയ ചുരുണ്ട ചെമ്പൻ മുടിയുമുള്ള ഒരു പെൺകുട്ടി. വെളുത്ത സിൽക്കിൽ ചുവന്ന വലിയ പൂക്കൾ വളർത്തിയ ഒരു ഗൗണാണ് ഇട്ടിട്ടുള്ളത്. ചില കഥകൾ അങ്ങനെയാണ്, മനസ്സിൽ ആഴ്ന്നങ്ങ് കിടക്കും, നല്ല ആണിവേര് പോലെ. നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിൽ ഒരു കഥയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. പറയാൻ ബാക്കി വച്ചത് എന്തൊക്കെയോ. പിന്നെ എൻ്റെ ബാല്യത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയതും പലതും ഞാൻ ഈ വരികളിലൂടെ കാണുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെവി ഓർക്കുക അന്തിമ കാഹളം എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ ആർക്കും ഒരു എഴുത്തുകാരനാകാം. കാരണം ജീവിതാനുഭവങ്ങൾ ഇല്ലാത്തവരായ ആരുമില്ല. അത് നല്ല രീതിയിൽ എഴുതി ഫലിപ്പിക്കുവാൻ കഴിയുന്നവരാരോ അവരും ഒരു നല്ല എഴുത്തുകാരനാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പുസ്തകങ്ങൾ എഴുതുവാനും വായിക്കുവാനും ശ്രമിക്കണം.